കാഫിർ പ്രചരണം നടത്തി വോട്ട് തട്ടാൻ നടത്തിയ CPM നേതാക്കൾ ഊരാക്കുടുക്കിൽ. അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നതതല നീക്കം. വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതിലും പ്രചരിപ്പിച്ചതിലും ഉന്നത CPM നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് വ്യക്തമായതോടെ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണ് ആഭ്യന്തര വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ചില ഇടതനുകൂല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ മാത്രം അന്വേഷണം ഒതുക്കി നേതാക്കളെ രക്ഷിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ടിന് പിറകിൽ CPM കേന്ദ്രങ്ങൾ തന്നെയാണെന്ന് അതിശക്തമായി തുറന്നടിച്ചത് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയായിരുന്നു. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്ററെ പേരെടുത്ത് പറഞ്ഞാണ് ഷാജി നിശിതമായി വിമർശിച്ചത്. മോഹനൻ മാസ്റ്ററുടെ മകന്റെ നേതൃത്വത്തിലുള്ള സൈബർ വിങ്ങാണ് കാഫിർ സ്ക്രീൻഷോട്ടിന് പുറകിലെന്നും മോഹനൻ മാസ്റ്ററുടെ ഭാര്യയായ KK ലതികയുടെ ഫേസ്ബുക്കിൽ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തതിലുമെല്ലാം ദുരൂഹതകളുണ്ടെന്നും അന്വേഷണ പരിധിയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തണമെന്നും KM ഷാജി ആവശ്യപ്പെട്ടിരുന്നു. ഇതേ ആവശ്യം തന്നെയാണ് വടകര MLAയും RMP നേതാവുമായ KK രമയും ഉയർത്തിയത്. എന്നാൽ CPM ജില്ലാ സെക്രട്ടറിയിലേക്ക് ഒരു വിധത്തിലും അന്വേഷണം എത്താത്ത വിധത്തിലായിരുന്നു പോലീസ് അന്വേഷണങ്ങളുടെ പോക്ക്. ആ വിധത്തിൽ അന്വേഷണം നടന്നാൽ കാഫിർ പോസ്റ്റുകൾക്ക് പിന്നിൽ CPM കേന്ദ്രങ്ങൾ തന്നെയാണെന്നും മുതിർന്ന CPM നേതാക്കളും ബന്ധുക്കളുമെല്ലാം കേസിൽ കുടുങ്ങുമെന്നും തിരിച്ചറിഞ്ഞു തന്നെയായിരുന്നു ഈ നീക്കം. ഈ വസ്തുതകൾ മനസ്സിലാക്കിയാണ് കേസന്വേഷണം അട്ടിമറിക്കാൻ ആഭ്യന്തര വകുപ്പിന് പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന ഗുരുതര ആരോപണം KM ഷാജി ഉയർത്തിയത്. പോരാളി ഷാജി അടക്കമുള്ള ഇടത് അനുകൂല സൈബർ ഗ്രൂപ്പുകളെ MV ജയരാജനെ പോലെയുള്ള മുതിർന്ന CPM നേതാക്കൾ തള്ളിപ്പറഞ്ഞതുപോലും കൃത്യമായ അജണ്ടകളുടെ ഭാഗമായിട്ടായിരുന്നു. ശരിയായ വിധത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നാൽ അത് വിവിധ സൈബർ ഗ്രൂപ്പുകളിലേക്കും അതുവഴി CPM നേതാക്കളിലേക്കും എത്തുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് ജയരാജനെ പോലെയുള്ള നേതാക്കൾ ഇവരെയൊക്കെ തള്ളിപ്പറഞ്ഞത്. അത് ശരിവെക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തെത്തിക്കൊണ്ടിരിക്കുന്നതും. ഷാഫി പറമ്പിലിന് വേണ്ടി UDF കേന്ദ്രങ്ങൾ ആസൂത്രിതമായി നിർമ്മിച്ച് പ്രചരിപ്പിച്ചതാണ് കാഫിർ സ്ക്രീൻഷോട്ടുകൾ എന്നായിരുന്നു ഇടത് കേന്ദ്രങ്ങളുടെ വാദം. ഷാഫി പറമ്പിൽ 5 നേരം നിസ്കരിക്കുന്ന ദീനിയാണെന്നും KK ശൈലജ അവിശ്വാസിയായ കാഫിർ ആണെന്നുമായിരുന്നു സ്ക്രീൻഷോട്ടിന്റെ ഉള്ളടക്കം. എന്നാൽ ഇപ്പോൾ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാകട്ടെ ഇടതനുകൂല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളാണ് കാഫിർ പ്രചരണത്തിന് പിന്നിലെന്ന് തെളിവുകൾ സഹിതമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഷാഫി പറമ്പിലും KM ഷാജിയും KK രമയുമെല്ലാം ആദ്യം മുതലേ ആവർത്തിച്ചുകൊണ്ടിരുന്നതും ഇതുതന്നെയാണ്. അതെല്ലാം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതാണിപ്പോൾ CPM കേന്ദ്രങ്ങൾക്ക് വൻ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 25 ഉച്ചയ്ക്ക് 2:13 റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഗ്രൂപ്പ് അഡ്മിൻ റിബേഷ് ആണിത് പോസ്റ്റ് ചെയ്തത്. രണ്ടാമതായി റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിലും സ്ക്രീൻഷോട്ട് എത്തി. ഉച്ചയ്ക്ക് 2:34 ഇത്. അമൽറാം ആയിരുന്നു ഇത് പോസ്റ്റ് ചെയ്തത്. ഇതിനുശേഷം അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലും സ്ക്രീൻഷോട്ട് എത്തി. അഡ്മിൻ മനീഷ് ആണിത് പോസ്റ്റ് ചെയ്തത്. അന്ന് രാത്രി 8:23 പോരാളി ഷാജിയിലും സ്ക്രീൻഷോട്ട് എത്തി. പോരാളി ഷാജി എന്ന ഫേസ്ബുക്കുമായി ബന്ധിപ്പിക്കുന്ന മൊബൈൽ ഫോൺ സിമ്മുകളെല്ലാം വഹാബ് എന്ന വ്യക്തിയുടേതാണ്. ഇവരുടെയെല്ലാം ഫോണുകൾ പിടിച്ചെടുത്ത് അന്വേഷണ സംഘം സൈബർ വിഭാഗത്തിന് കൈമാറിയിരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെല്ലാം CPM നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. പാർട്ടി നേതൃത്വത്തിന്റെ വിശ്വസ്ത കേന്ദ്രത്തിൽ നിന്നും നിർമ്മിച്ച മെസ്സേജുകൾ UDF കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചതാണെന്ന് വരുത്തി തീർക്കുകയാണ് വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരണത്തിലൂടെ CPM അനുകൂല ഗ്രൂപ്പുകൾ നടത്തിയതെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്നാൽ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾക്ക് ഈ സന്ദേശം എവിടെ നിന്ന് കിട്ടി, ആരാണിത് നിർമ്മിച്ചു കൈമാറിയത് എന്നതെല്ലാം സംബന്ധിച്ച അന്വേഷണം മുന്നോട്ട് പോകുന്നതേയില്ല. CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ അടക്കമുള്ളവർക്ക് വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മാണത്തിൽ പങ്കുണ്ടെന്ന KM ഷാജിയെ പോലെയുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ ഏറെ പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ്. എന്തുതന്നെയായാലും യാഥാർത്ഥ്യം പൊതുസമൂഹത്തെ അറിയിച്ചതിന് ശേഷമേ ഈ വിഷയത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂവെന്ന് ഷാഫി പറമ്പിൽ MPയും നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ശരിയായ വിധത്തിലുള്ള അന്വേഷണം നടന്നാൽ പല വമ്പന്മാരുടെയും മുഖം മൂടികൾ അഴിഞ്ഞു വീഴുമെന്നത് ഉറപ്പാണ്. അന്വേഷണം മുതിർന്ന നേതാക്കളിലേക്ക് എത്താതെ ചില വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ മാത്രം ഒതുക്കി തീർക്കാൻ ആഭ്യന്തര വകുപ്പ് നേരിട്ട് ഇടപെടുന്നതും അതുകൊണ്ട് തന്നെയാണ്.